നമുക്ക് എഗ് പൊറോട്ട തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കറികളൊന്നും വേണ്ടി വരില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ച് വെച്ചതാണിത്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് എടുക്കാം. മുട്ട 1 or 2 എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്താൽ മതി. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഇതിന് കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ നോക്കി ചേർത്താൽ മതി. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യാനുസരണം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് വലുപ്പത്തിൽ വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട്. സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിൽ നിന്നും കുറച്ച് വലുപ്പത്തിൽ എടുക്കണം. ഇത് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. കുറച്ച് കനം കുറച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊരു നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഓരോ ചപ്പാത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ചപ്പാത്തി ഇട്ട പാടെ തന്നെ ഈ മുട്ടയുടെ കൂട്ടും കൂടി ചേർക്കണം. അതിനുശേഷം ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തുനിന്നും ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ കാണിക്കുന്ന പോലെ തന്നെ ഓരോ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. മുട്ടയുടെ കൂട്ട് നടുക്ക് ഇങ്ങനെ നിൽക്കും. അതിനുശേഷം കുറച്ച് ഓയിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എന്നാലും ശരിക്കും മുട്ട വെന്ത് വരുള്ളൂ. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വരണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലേ, നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അകത്തുള്ള മുട്ടയും ശരിക്കും വെന്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി പാനിലിട്ട ഉടനെ തന്നെ ഈ മുട്ടയുടെ കൂട്ട് വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളാണ്. എപ്പോഴും നമ്മൾ ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമ്മൾ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടി വരില്ല. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ അകത്തൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്